ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയ മാനസനിവിടെ. അത് നമുക്ക് ഇമാജിനേ ചെയ്യാൻ പറ്റില്ല താഴെ എങ്ങാനും എങ്ങനെയാന്ന്. ഈവൻ പ്രിയതമ അദ്ദേഹം ഒരു വിളിയാണ്. നിത്യവിസ്മയവുമായി ഞാൻ ഇറങ്ങി സനിത പപ സനിരി നീത പമ പമ പമ. മാ ഇല്ലാത്ത രാഗത്തില് മാ വരും. കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. നമസ്കാരം. സംഗീതത്തിന് ഇന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വരദാനമായ ശ്രീ നവനീത് ഉണ്ണികൃഷ്ണൻ്റെ കൂടെയാണ് ഞാനിന്നിരിക്കുന്നത്. നവനീത്, heartiest congratulations on receiving the Swaralaya ദേവരാജൻ മാസ്റ്റർ അവാർഡ്. ഇതിലും വലിയ എന്താണ് അസ്പയർ ചെയ്യാനുള്ളത് ഒരു യങ് മ്യൂസിഷ്യൻ ലൈക്ക് യു? അപ്പോൾ ഈ അവാർഡിനെ പറ്റിയുള്ള എന്താണ്, വാട്ട് ആർ യുവർ തോട്ട്സ് അബൌട്ട് ഇറ്റ്? I mean, thank you for the kind wishes first off, but I think to say a little bit about my thoughts about this award, especially to receive an award, especially such a prestigious honor in the name of my favorite musician, Devaraja Master, is a surreal thing. Never did I think that I would be receiving, especially like a first award in his name as well, so it's really the icing on the cake. ഇതിനു മുമ്പ് അവാർഡ് ലഭിച്ചിരിക്കുന്ന ആർക്കൊക്കെയാന്ന് നവനീത്തിന് അറിയാലോ. That's another surprising thing, because the previous honorees of this award are Yeshudas sir, Bombay Ravi sir, MJ Chandler sir, Usha Khanna ji, Bombay Vijayshree ma'am, Hariharan sir. So many musicians, SPB sir, so many musicians that I look up to and I respect tremendously. So for my somewhat small name in comparison to be included in that list is, I don't know, it really is surreal, and could not be more thankful. നവനീത്തിൻ്റെ ഏറ്റവും വലിയ ഐഡലാണ് ദേവരാജൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നവനീത്ത് തന്നെ പറയുന്നത് ഇത്ര ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള രാഗങ്ങളെ വളരെ സിംപ്ലിഫൈ ചെയ്ത് സാധാരണ ജനങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന വിധത്തിലാക്കിയെടുത്ത് പാട്ടുകളാക്കി മാറ്റും. അപ്പോൾ ഒറിജിനലി ഹിന്ദുസ്ഥാനി ബേസ്ഡ് ആയ ദർബാറി കന്നഡ രാഗത്തിലെ 1000 പാദസരങ്ങൾ കിലുങ്ങി, അതൊരു വളരെ ഹാർട്ട് ടച്ചിങ് സോങ് ആണ്. നവനീത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ആദ്യം നവനീത്തിൻ്റെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ആ പാട്ടൊന്ന് കേട്ട് തുടങ്ങാമെന്ന് ഒരാഗ്രഹം. Yes, of course. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. വണ്ടർഫുൾ. നവനീത്, എല്ലാവർക്കും അറിയാം, എന്നാലും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പർപ്പസിനായിട്ട് നവനീത് അരിസോണയിലാണ് വളർന്നത്, ശരിയാണോ? അതെ. Yes, I was born and raised in Arizona pretty much through the majority of my life. ഇപ്പൊ ന്യൂയോർക്കിൽ പഠിക്കുന്നു, കോളേജ് പഠനമാണ്. അത് ശരി. അപ്പോൾ വളരെ, അതായത് ജനിച്ച അന്ന് മുതൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല, മലയാളം പാട്ടുകളും ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതവും കേട്ട് വളർന്ന് അത് നവനീതിൻ്റെ ഒരു ഹോൾ പെർസോണയുടെ ഒരു അംശമായി മാറിയിരിക്കുകയാണ്. ആൻഡ് മ്യൂസിക് ഇസ് വാട്ട് ഡിഫൈൻസ് യു ടുഡേ. Am I right? I think definitely. Music has always been, especially Indian music, എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. No matter what situation, no matter what circumstances I'm facing, just to do like practicing or singing is always something that brings me back. It's like a very therapeutic feeling almost, and especially for the things just
listening to music as well. I think that's something my parents have always tried to instill in me is, I mean, singing is one thing, but it's also like listening and getting influence from others as well, right? So try to do that as much as I can, even when I'm studying or even when I'm not, even when I'm just doing something else. I think, yeah, I mean, I think it defines a huge part of my persona. Yeah. ചെറുപ്പം തൊട്ടേ ഒരു വയസ്സുള്ളപ്പോൾ തൊട്ടേ ഈ പാട്ടുകൾ കേൾക്കുകയും അത് പാടുകയും പഠിക്കുകയും അഗാധമായി അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തുകൊണ്ട് നൗ യു ആർ അറ്റ് എ സ്റ്റേജ് വെയർ വളരെ ആധികാരികമായിട്ട് പാട്ടുകളുടെ രാഗങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുകയും ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഏത് രാഗത്തിലാണെന്നും അത് ഞങ്ങൾക്ക് വളരെ ലളിതമായ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യുന്നു. സോ ഫോർ സോ മെനി ഓഫ് us that is a wonderful thing. How did you എങ്ങനെ ഇതിലേക്ക് എത്തി നവനീത്? Thank you for that, by the way. I appreciate that. I guess ചെറുപ്പത്തിലൊക്കെ അച്ഛനമ്മ, they're big lovers of music. They're not professionals by any means, but they both love and adore music and different types of music as well. So ചെറുപ്പത്തിലൊക്കെ, like even my earliest memories, as far as I was like 1 or 2, ഇപ്പോൾ ഓർമ്മയുണ്ട്, like അച്ഛൻ used to play like Malayalam music cassettes and everything, like നമ്മുടെ കാറിലൊക്കെ. So he had like 20-25 cassettes, and അതിൽ probably we had, I mean, so many different songs by Yeshudas sir, Jayachandran sir, Chitramma, Sushilamma, Janagiyamma. I mean, like phenomenal compositions. And so I used to listen to them and really get engrossed in them while listening. And at the same time, like when we were listening to like classical kridis or things like that, one thing my parents always made sure to do was tell me ആരാണ് പാടുന്നത്, or in the case of ഒരു മലയാളം പാട്ടിൽ ആരാണ് സംഗീതം ചെയ്തത്, ആരാണ് വരികൾ എഴുതിയത്. സോ അങ്ങനെയാണ് ആ ദേവരാജ മാഷുള്ള പേര് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നത്. ആ സമയത്ത് തന്നെയാണ് ദേവരാജ മാഷ്, ബാബുക്ക, ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, Johnson Marsh, legends like that kind of came into my mind through that. Then 4 വയസ്സാകുമ്പോഴാണ് ഞാൻ സംഗീത പഠനം തുടങ്ങിയത്. So that was, I started with Hindustani music under a teacher in Arizona, Dr. Vijayshree Sharma ji. So then I started to learn more and more about music, and then it was like around 10 that I started my training under Guruji Pandit Ramesh Narayan ji. So at that point I started to listen to more Malayalam film songs, and with my classical training especially, I think with learning newer ragas and whatnot, one thing that I always mention is Chakravartini. ആ സമയത്ത് ഞാൻ കേദാർ രാഗമായിരുന്നു പഠിക്കുന്നത്. I would sing it otherwise, but the throat infection ആയിട്ട് സമഗ പമ പദ നി സ നി ധ പമ പ സമഗ പമ പദ നി സ സദ പമ പ മര സ, അതാണ് പഠിച്ചത്. That's the framework of Kedar. So Chakravartini, like I used to listen from like a very young age. And then I learned that Chakravarti Devaraja Master Kedarlana composed it, Hamir Kalyani, because the mean and the nuances and the gayaki that he employed with Yeshudas sir. That hit you, that was almost like a lightning strike moment, at least for me, like in the eyes of a 12-year-old kid, because I realized that composers like Devaraja Master, of course, Devaraja Master, my personal favorite of all time, were using these ragas and these musical concepts in such a small way, and experimenting with ragas and talas and bhavas, and making it very palatable to the masses. And that's a very fascinating thing about Indian film music, because classical music, I mean, that's like the purest form of music, always people say, but at the same time with Indian film music, you can reach so many people, you can reach millions of people. Naushad Saboke, അദ്ദേഹം ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബൈജു ബാവര സംഗീതം ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ ഒരു രാഗ, like when I make a raga based song, I know when I'm using Ustad Amir Khan Saab or Pandit Paluskarji, millions of people will hear their voice and become acquainted with it through these ragas that he's using them to sing. So that was very fascinating for me. So the more I learned, then I started Carnatic training under Trivandrum Krishnakumar around 5 years ago. So with all of that, I think just listening to more and more music kind of just developed my interest. Chakravartini നവനീത്തിന്റെ ലൈഫിൽ എത്രയോ ഒരു ടേണിംഗ് പോയിന്റ് ആയതുകൊണ്ട് അതൊരു 2 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടാം. I'll also help you. കുറച്ചൊന്ന് ശ്രമിക്കാം. ചക്രവർത്തിനി നിനക്കു
ഞാനിൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാദയായകത്തു വരൂ ചക്രവർത്തിനി. താങ്ക് യു സോ മച്ച്. ദേവരാജൻ മാസ്റ്ററാണ് നവനീത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് ഫോർ സിംപ്ലിഫൈങ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് giving it to the masses, അല്ലേ? അതെ, തീർച്ചയായും. And also, if I were to add another thing, arguably, if not the most versatile composer, I think one of the most versatile composers that India has seen, because he did melodies, he did semi-classical ganam, Nada Brahmathina അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പൊൽത്തിങ്കൾ കല ചെയ്തിട്ടുണ്ട്, ശക്തിമയം, same time ആയിരം വില്ലൊടിഞ്ഞു, സ്വർഗപുത്രി, നവരാത്രി, പ്രിയതമ, സ്വർണ്ണത്താമര ഇതളിൽ വിളങ്ങും, അത്ര different types of song, and he's the same person who did ഉല്ലാസപുത്രികൾ as well. So experimenting even like പുഷ്പദലങ്ങളാൽ നഗ്നത മറയ്ക്കും, like with full western chords, or even ചട്ടക്കാരിയിലുള്ള പാട്ടുകൾ, it's not ragam based, it's all western chord experimentation. He as a musician, if you look at from his KPSC drama songs to the songs that he made in the 60s, to the songs that he made in the 70s, to Adigilin Pulittu Manjuthulil, to even the Swaralaya theme song vare, atra different now that he changed with the decade, and he made sure like Ravindra Master Panitund interviews like if there was like a monarch of Malayalam film music, it would be Devaraja Master. Anganeyana varigal nodu oru tune vekkandadu adanganeyana cheyendadu. So there's all lots of things, especially as like I'll always be a student of music, so the more and more I listen to him, there's always new things to learn from his style. Let's also try to നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം ദേവരാജ മാസ്റ്റർ മോഹന രാഗത്തിൽ തന്നെ അറൌണ്ട് 32 ഡിഫറെന്റ് സോങ്സ്, almost 50 actually, 50 60 ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഹനം എന്താണെന്നും ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും, പിന്നെ അതിലെ കുറച്ച് പാട്ടുകൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അതെ അതെ, മോഹനം is സരിഗ പദ സ സദ പഗരി സ സരിഗ പദ സ സദ പഗരി സ. So people say in Carnatic music it's a jenya of Harigamboji, but Mohanam is a very, very ancient raga. Both Mohana and Harigamboji, because they were employed in ancient Tamil music. A lot of devotional music was set to these scales. It's a pentatonic scale as well, right? Because a 5-note sa ri ga pa da sa sa da pa ga ri sa. Devaraj Master, what he did with Mohanam, making 40 to 50, 60 songs, 50 odd songs. Kaniganum Nedam, Swargapu. കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. It's a beautiful song. So that Pallavi is in Mohanam. Even Swargaputri, Navaratri, that songs like that, especially a lot of melodies, he never goes out of the raga, and he still ensures that the lyrical beauty is intact and it's not really tampered with. And then in other songs like Kayambu or even Mambu Viri in the Ravugal, where you can see Mohanam, Mohana Kalyani, he brings in like Nitya Vismayavumai Jnanirangi Sanida Papa Saniri Nida Pama Pama Pama. Ma illatha ragathil ma varum. Ma varum, yeah. But that he uses for a cinematic flair almost. And even like other songs like Palaruvi Naduvil Pandoru Paurnamaseeravil. Even Periyare Nishadellam vara Periyare Periyare. Periyare Periyare Parvata nirayude pani neere kulirum
കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. സോ അങ്ങനെ കുറെ ഗാനങ്ങൾ അദ്ദേഹം കുട്ടി മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ. So many songs like that he did. And speaking about Mohanam, of course it's a very common raga in not only Malayalam film music but Bhoop. Like Dakshinamurti Swami Chandrikayil Aliyunnu Chandrakandam, Raga Master Unarunaruni Puve, even Nagaram has more, it goes out of Mohanam, but even other Manyani Punilavu, Manyani Punilavu, Peratin Kadavingal Manyalarchu Vachu Neeradumbol. Like so many different songs like that, and those are beautiful songs nonetheless. But the Devaraja Master, every song that he did in Mohanam, none of them are, I mean, of course note similarities there, but they're different. You can never say Ujjaini le gayega Swargaputri le chayundu or Swargaputri Ujjaini le gayega Urvashi ennoru malavika, right? Swargaputri Navaratri Padavaga Sasaririga, entirely different, right? And even Swargaputri is entirely in that scale. Ujjaini le gayega, when he goes to Anupallavi, etc., he uses notes out of, because once again cinema songs don't necessarily have to be in the pure raga. In the raga, right? They use, composers often blend it with other scales and other notes and other emotions, right? Because they're composing for the film, not to employ their knowledge, right? And that's what you saw a composer like Devaraja Master do. Even so, like Palliya Ramana, like I mean songs like that, Kayambu, so many other songs even. പിന്നെ അവര് ഒരു പാട്ടിന് സൂട്ട് ആവുന്ന സ്കെയിലും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ആ പിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ സോങ്, അതായത് ഒരു കഥ ശരിയാണോന്ന് അറിയില്ല. ഇപ്പോൾ ശിവനും പാർവതിയുടെയും കഥയിൽ പാർവതി നിൽക്കുമ്പോൾ പെട്ടെന്ന് ശിവനെ കാണാതായി. അപ്പോൾ പ്രിയ സഖി ഗംഗെ, people think it's in Hindolam, but Devaraja Master himself said it's in Shuddha Danyasi, because he shifts, instead of singing it in the lower octave, like Priya Sakhi Gange Parayu Priyamanasane Vide, then he goes and sings in the high. Priya Sakhi Gange Parayu Priyamanasane Vide. അത് നമുക്ക് ഇമാജിനേ ചെയ്യാൻ പറ്റില്ല താഴെ എങ്ങനെയാന്ന്. ഈവൻ പ്രിയതമ അദ്ദേഹം ഒരു വിളിയാണ്. അതെ അതെ. പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലോ. ഞാൻ നവനീത്തിന് തൊണ്ടയ്ക്ക് അത്ര സുഖമില്ലാത്തതുകൊണ്ടാട്ടോ കയറി പാടുന്നത്. No, of course, yeah. Please do so. I wanted to help you too. Thank you. Yeah. Please continue to do that. നവനീത്തിന്റെ ഐഡൽ ദേവരാജ മാസ്റ്റർ ഒരു നിരീശ്വരവാദിയായിരുന്നു. He did not believe in God, and almost all of the greatest ഭക്തി ഗാനങ്ങൾ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി നവനീത്ത് ആലോചിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഭക്തിഗാനങ്ങൾ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും മാപ്പിള പാട്ടുകളും അദ്ദേഹം ധാരാളം ചെയ്തിട്ടുണ്ട്. കസ്തൂരി തൈലമിട്ട് 14 രാവുദിച്ചത്, ഈവൻ മൊഞ്ചത്തി പെണ്ണെ, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ, ഹിന്ദു ഭക്തിഗാനങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ, ഹരിവരാസനം, കണി കാണും നേരം, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിൽ ആകാശങ്ങളിൽ ഇരിക്കും അനശ്വരനായ പിതാവേ, വിശുദ്ധനായ സെബാസ്റ്റ്യനോസ്, യെറൂസലേമിലെ സ്വർഗദൂത, അത്ര നല്ല നല്ല ഗാനങ്ങൾ. ആൻഡ് എസ്പെഷ്യലി ലൈക്ക് വിത്ത്
I want to highlight his Bhakti Garangal, especially the ones that he made, like Kaniyanam Neram, his Hindu devotional songs. Adeham, Devaraja Mash, the ragas that he employed. Shabarimalayil Tanga Suryodayam, Shabarimalayil Tanga Suryodayam, Sangrama Puleril Abhishekam. Our new one, Abhishekam. Ta-na-na-na-na-na-na, ta-na-na-na-na. തുമെന്റെ ഹൃദയവും ഉടുക്കും കുട്ടി ശബരിമലയിൽ. അപ്പൊ അത് ഏത് രാഗത്തിലാണ്? Ananda Bhairavi. Or even Chitti Mandaram Tulasi is the same Ananda Bhairavi. So ചിത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാത്തി ഗുരുവായൂരപ്പാ നിന്നെ കണി കാണണം. So അങ്ങനെ കുറേ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ, or even other songs like I'm not sure, like even Ashtami Rohini Ratri, that's not even a devotional song, but ഒരു ഭക്തിയുടെ ഒരു ഫീലിംഗ് ഉണ്ട് ആ പാട്ടിൽ. Very, very different types of, even like I'm thinking of other. Harivarasam is arguably അല്ല അതിലും അപ്പുറം ഒരു പാട്ടില്ലല്ലോ. അത് വേറെ പാട്ടില്ല. And no one can I mean that tune itself, the way he's done it, I mean, is incomparable. Correct. And that's another thing about Devaraja Master. With a lot of traditional songs, people believe that these were traditional tunes, like Harivarasanam Vishwamohanam Haridadishwaram Aradhya Padukam, or even Kanikanum Neram Kamara Netrande, or even Radhika Krishna Radhika. This is all what Devaraja Master composed. Chitti Mandaram Tulasi, Guruvayur Ambalanadayil, you see people singing it in so many places. And even from a non-devotional standpoint, Kuttanadam Punjayile, it's his tune. Adehan Chedra Paatana, with like the full backdrop, like Vallam Thodayenadu, he encapsulated that into the song so well. So a lot of people, I think, mistakenly confuse these to be traditional tunes, but this is made from a man who was born and raised in Kerala. I mean, this is a person who loved the culture of Kerala, so I think it's important to അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത്രയും മാസ്മരികതയുള്ള ഒരു കാര്യമാണ്. എ ബോയ് ബോൺ ആൻഡ് റേസ്ഡ് അബ്രോഡ് കംപ്ലീറ്റ്ലി. ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ സോ മച്ച്? അതായത് ദിസ് ഈസ് പാർട്ട് ഓഫ് യുവർ സിസ്റ്റം. എല്ലാം മലയാളികളെക്കാളും നന്നായിട്ട് നവനീത്, അതായത് ഇവിടെ താമസിക്കുന്ന മലയാളികളെക്കാളും നന്നായിട്ട് നവനീത് അത് പഠിച്ച് എത്ര ആഴത്തിൽ, ആൻഡ് അറ്റ് സച്ച് എ യങ് ഏജ്, അത് എങ്ങനെ അത് ഹൗ കുഡ് യു ഡു ഇറ്റ് സോ വെൽ? I think with the support of my parents and my teachers, of course, especially with if I'm good at if I'm good at pronouncing Malayalam while I sing, it's all due to my parents and my grandparents, especially when they come over with us in the States. വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്? വീട്ടിലൊരു മിക്സ് ആണ്. മലയാളം ഒരു 50% Malayalam, 50% English. I think it depends on family member. With my parents, it's a mix. It's a mix. Amma Achachan usually മലയാളത്തിലാണ് എന്നെ സംസാരിക്കുന്നത്. എനിക്കൊരു നല്ലൊരു ഓർമ്മയുണ്ട്. അപ്പം ഐ എം എ സിംഗർ ആൻഡ് വി ഹാവ് എ മ്യൂസിക് സ്കൂൾ. ഞങ്ങൾ സോൾ ഓഫ് മ്യൂസിക് എന്നാണ് പേര്. ഞങ്ങളൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്ത് ഞാൻ പല സ്കൂളുകളിലും ഈ മ്യൂസിക്കിൻ്റെ കരിക്കുലം വി ആർ ഗോയിങ് ടു പ്രസൻറ്റ് ഇറ്റ് ടു സ്കൂൾസ്. ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ കരിക്കുലം പ്രസൻറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ then you came as God present there. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വയ്ക്കുകയാണ്, നവനീത് ഉണ്ണികൃഷ്ണൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടില്ല നവനീത്തിൻ്റെ പാട്ടുകൾ. സി ചെറിയ കുട്ടികൾ അവർക്ക് എന്ത് നന്നായിട്ടാണ് മലയാളം പാട്ടുകൾ പാടാൻ പറ്റണത്. മൈ പ്രോജക്റ്റ് ക്ലിക്ക്ഡ് ഇൻ ദാറ്റ് സ്കൂൾ താങ്ക്സ് ടു യു. ദെൻ ഐ റിയലൈസ് നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. കാണാൻ പറ്റിയതിൽ എനിക്ക് അതുകൊണ്ട് എനിക്ക് വളരെ ഈശ്വരനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നവനീത് ഞാൻ പാടി കേട്ടിട്ടുണ്ട് ദേവരാജ മാസ്റ്ററേയും ഭാസ്കർ മാസ്റ്ററേയും കോമ്പിനേഷനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് സ്വർഗ ഗായികെ. എനിക്ക് ഒന്നുകൂടെ കേൾക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ഒന്ന് പാടാമോ? പാടാം, ട്രൈ ചെയ്യാം.
സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നിൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ